ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പ് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇനിയും കൂടുതൽ ശക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ ശക്തിയും ദൈവസ്നേഹവും കൂടുതലായി ഉണ്ടാകണമേ. ഈ കൂട്ടായ്മയുടെ ആദ്യ അന്തം വരെ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളെ കൂടി വരവനെ അനുഗ്രഹിക്കണമേ. കൃപയിലും നന്മയിലും ഞങ്ങളെ വഴി നടത്തണമേ. ഓരോ ദിവസത്തെയും കൂടി വരവ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി തീരണം. നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും അവിടുന്ന് കൈക്കൊള്ളുകയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവർ എല്ലാവരെയും അവിടുന്ന് നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി സൗഖ്യമാക്കണം. വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. യുദ്ധങ്ങളിലും ക്ഷാമങ്ങളിലും പട്ടിണികളിലും പ്രയാസങ്ങളിലും കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാ യുവജനങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകി സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടി വരവിനെയും അനുഗ്രഹിക്കണമേ. സകലതും തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ ഇടയാകണമേ. നമ്മൾ വാങ്ങിപ്പോയ അബ്രഹാമിനെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ ധന്യനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് യുവാനിയോസ് തിരുമേനിക്കും വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ നാം ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെയും വീണ്ടും നമ്മൾ 50 ദിവസം നോമ്പ് നോക്കി 50 ദിവസം പരിശുദ്ധാത്മാവിന്റെ വേണ്ടി കാത്തുന്നതിന് ശേഷം ഏറ്റവും ശക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകും. ഏറ്റവും ശക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഡിട്രോയിറ്റ് റീജിയൻ ആണ് ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട എല്ലാ ഫിലിപ്പ് ജേക്കബ് അച്ഛൻ, ഷോൺ അച്ഛൻ, പി സോർ അച്ഛൻ, ജെറി മാത്യു അച്ഛൻ, ജെയിംസ് അച്ഛൻ, ജോൺ ചെമ്മാച്ചൻ, പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ട് ഡെഡിക്കേറ്റഡ് ആയ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് ഇന്ന് വചനം പറയുന്ന കൊച്ചുമ്മ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പാട്ട് പ്രിയപ്പെട്ട ആശ വർഗീസ് ആണ് പാടുന്നത്. കേൾക്കാമല്ലോ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ
സ്വർഗവാതിൽ തുറന്ന ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കീഴുമാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തിന്നലേ, രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാത നീ, പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയപ്പെട്ട ആശയും കുടുംബത്തെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ചയാണല്ലോ, നമുക്ക് വേദപുസ്തകം വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട മെറീന തോമസ് ആണ് വായിക്കുന്നത്. Now Peter and John went up together to the temple at the hour of prayer, the 9th hour, and a certain man, lame from his mother's womb, was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms from those who entered the temple. Who, seeing Peter and John about to go into the temple, asked him for alms, and fixing his eyes on him with John, Peter said, "Look at us." So he gave them his attention, expecting to receive something from them. Then Peter said, "Silver and gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, rise up and walk." And he took him by the right hand and lifted him up. And immediately his feet and ankle bones received strength. So he, leaping up, stood and walked and entered the temple with them, walking, leaping, and praising God. And all the people saw him walking and praising God. Then they knew that it was he who sat begging alms at the Beautiful gate of the temple, and they were filled with wonder and amazement at what had happened to him. Now, as the lame man who was healed held on to Peter and John, all the people ran together to them in the porch, which is called Solomon's, greatly amazed. So when Peter saw it, he responded to the people, "Men of Israel, why do you marvel at this? Or why look so intently at us, as though by our own power or godliness we had made this man walk? The God of Abraham, Isaac, and Jacob, the God of our fathers, glorified his servant Jesus, whom you delivered up and denied in the presence of Pilate, when he was determined to let him go. But you denied the Holy One and the just, and asked for a murderer to be granted to you,
and killed the Prince of Life, whom God raised from the dead, of which we are witnesses. And his name, through faith in his name, he has made this man strong, whom you see and know. Yes, the faith which comes through him has given him this perfect soundness in the presence of you all. Parakmore. ഇവിടെ മെറിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക. പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയപ്പോൾ അവർക്ക് ആ ശക്തി കിട്ടിയതുപോലെ നമുക്ക് ഓരോരുത്തരെയും ദൈവമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാണല്ലോ. അഭിയൊന്ന് തിരുമേനി ലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യുന്നു പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ആരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ ഓർത്ത് പറയുമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരയേറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീവായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലം കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പോൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛന്റെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊപ്പം നമുക്ക് ചെയ്യാനും കഴിഞ്ഞ ഈ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന മാലാഹമാരും പോലും വിറയ്ക്കുന്ന ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ബെൻസി മാത്യു പാട്ട് പാടും. കേൾക്കാമോ? കേൾക്കാമല്ലോ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം
അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടുതൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടുതൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. മാത്യുവിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ പ്രവർത്തനം നമുക്ക് ലഭിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ട കൊസ്മയുടെ നാവിനോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി നാം ഇരിക്കേണ്ടതാകുന്നു. ആരാധിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട എബിയാച്ചൻ, ബഹുമാനപ്പെട്ട കൊസ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. As usually I say, please turn on your videos. എനിക്കറിയാം ചില ആളുകൾക്ക് ജോലിയിലാണ്, ചില ആളുകൾക്ക് അത് സാധിക്കുകയില്ല. എങ്കിലും വീട്ടിലിരിക്കുന്ന ആളുകൾ അവരവരുടെ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്താൽ it will be helpful for the speaker to say something looking on your beautiful faces. അതുകൊണ്ട് നിങ്ങളുടെ സുന്ദരമായ മുഖം കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ നന്നായി പറയാൻ കഴിയും. അല്ലെങ്കിൽ പലതും മറന്നു പോകും. എങ്ങനെ കാരണം ബ്ലാക്ക് ബോർഡിൽ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ it doesn't make any sense. So please, I request all of them who can, please turn on your videos. ഇന്ന് സ്വർണ്ണ വെള്ളിയാഴ്ചയാണ്. സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പണ്ടൊരാൾ എന്നോട് ചോദിച്ചു, എന്താ ഈ സ്വർണ്ണ വെള്ളിയാഴ്ച? ഞങ്ങൾ അക്ഷയ തൃതീയ എന്ന് കേട്ടിട്ടുണ്ട്. സ്വർണം വാങ്ങിക്കാൻ പറ്റിയ ദിവസമാണെന്ന് പറയുന്നൊരു ദിവസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്കെങ്ങനെയാ ഈ ദിവസം വന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പലപ്പോഴും ഈ ദിവസത്തെക്കുറിച്ച് കേൾക്കാതെ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിലോ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണല്ലോ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചപ്പോ the book of Romans is trying to understand what is gospel. What is gospel? സുവിശേഷം എന്താണ് സുവിശേഷം? അതെങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്. സുവിശേഷത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചത്. ഒന്ന്, അത് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ ഉണ്ടാവണം എന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്,
അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സ് ആദ്യം ഒന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് വേണം ഇത് പറയാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോ ആദ്യം നിലമൊരുക്കും. ഈ പല ആളുകളുടെയും പ്രശ്നം എന്താ, നമ്മൾ പലപ്പോഴും സംസാരിക്കും പറയും, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പരാതി എന്താണെന്ന് അറിയാം? പേരൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് us. They don't understand us, what we are saying. We want something, but they don't understand. We do say something, they don't listen to us. ഇതൊരു വലിയ പരാതിയാണ്. ഈ പരാതി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും you don't prepare the soil before you say or before you do. We know that no seed sprouts in an unprepared soil. ഒരുക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത നമുക്ക് എന്നുമുണ്ട്. നിലം ഒരുക്കാതെ വിത്ത് വിതച്ചാൽ we cannot harvest. അതുകൊണ്ട് ആദ്യം ഒരുക്കപ്പെടണം. കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ. We know what's communication, but we don't know how to communicate. ഞാൻ പറയും, നിങ്ങൾ കേൾക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. That's not called communication. Communication is coming down to the level of the hearer, the speaker coming down to the hearer. അതെങ്ങനെയാ, എന്താണ് സംസാരിക്കുന്നതെന്ന് ബോധ്യത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ they will understand what we are saying. അതാണ് സുവിശേഷം. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുക, അതേപടി അവർ കാണുക. അതാണ് സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. If we fail to prepare the mind of others, it doesn't make any sense and no seed will sprout. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കും. അതുതന്നെയാണ് ഇന്ന് പീറ്ററും യോഹന്നാനും അവരോട് പറഞ്ഞത്. ധർമ്മം ചോദിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ വെള്ളി പൊന്നും ഒന്നുമില്ല. We don't have gold and silver, but we have something. That's what we are going to give you. ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് we should have something that's from God. ദൈവത്തിൽ നിന്നുള്ളത് മാത്രമേ നമുക്ക്, ദൈവം തരുന്നത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് എണ്ണമില്ലാതെ അളവില്ലാതെ കൊടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അത് സ്നേഹമാകട്ടെ, കരുതലാകട്ടെ, ദയയാകട്ടെ, കരുണയാകട്ടെ, എന്തും ആകട്ടെ, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അത് ദൈവം തന്നത് ഇഷ്ടം പോലെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് എപ്പോ കഴിയുന്നുവോ, ഗോസ്പൽ. അതല്ലാത്തതൊന്നും ഗോസ്പൽ അല്ല. അപ്പോ ആ ഒരു അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അതാണ് that's what Peter and John said. We don't have anything, but we have something from above that we got for free. That's what we are going to give you, that will benefit you. നമ്മുടെ ഉള്ളിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നില്ല, ഒരു ചെറിയ ചിരി, മസിൽ പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ജസ്റ്റ് ഈ വലിയ നഷ്ടമുള്ള കാര്യമൊന്നും അല്ലെന്നേ. ഈ മുഖത്തിരിക്കുന്ന ചെറി ഒന്ന് വലുതാക്കിയാൽ മതി, അതിനെ ആ ചിരി എന്ന് പറയാം. അത്രേ ഉള്ളൂ. ആളുകളെ കാണുമ്പോൾ ഒരു സന്തോഷം, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമാധാനം, അത് അനുഗ്രഹമാക്കി തീർക്കാൻ, അത് ഏറ്റവും വലിയ സുവിശേഷം. ഒരു ചിരി പോലും ഒരു സുവിശേഷം. വാക്കൊന്നും വേണമെന്നില്ല. വി ഡോണ്ട് നീഡ് എനി വേർഡ്. വാക്കുകൾക്കപ്പുറത്ത് ഒരു ചിരി പോലും ഒരു വലിയ സുവിശേഷം. അത് ലോകത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഈ സ്വർണ്ണ വെള്ളിയാഴ്ച നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു വാക്ക്, ഒരു ചിരി, ഒരു പുഞ്ചിരി, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഏറ്റവും വൈറലായ, എനിക്ക് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ ഒരു
ഒരു അതിനെ പറയുന്ന ഒരു പൂക്കി ചിരി എന്ന് പറയുന്നുണ്ട്. ഒരു പൂക്കി അത് ആളുകൾ മുഴുവൻ ആഘോഷിക്കുക. എന്താ ആഘോഷിക്കുക എന്നറിയാം? അതിനകത്ത് ഒരു കാര്യമൊന്നുമില്ല. ജസ്റ്റ് സ്മൈൽ, അത്രേ ഉള്ളൂ. ഒരു ചിരിയേ ഉള്ളൂ, ചിരിയേ ഉള്ളൂ. അത് എത്രമാത്രം ആളുകളെ ആകർഷിച്ചു. അതൊരു നിസ്സാരമായ ഒരു കാര്യമാണ്, ചെറിയൊരു കാര്യം. പക്ഷെ അത് ആളുകൾക്ക് വളരെ സന്തോഷകരമായി തോന്നി. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് കണക്റ്റഡ്. ദാറ്റ്സ് വേ ഹി കണക്റ്റഡ് ടു പീപ്പിൾ. അതൊരു സുവിശേഷം, അതൊരു സുവിശേഷം. ആ സുവിശേഷം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട റീജ നൈനാൻ കൊച്ചമ്മയാണ്. ഐ എം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് ഹർ ആൻഡ് വെൽക്കം ഹർ. കാരണം ഷീ ഈസ് ഫ്രം മൈ ഫാമിലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സഹോദരിയുടെ നാത്തൂനാണ്, എൻ്റെ ബ്രദറിൻ്റെ ഒരു സിസ്റ്ററാണ്. അത് മാത്രമല്ല, ആ ഒരു ബന്ധം മാത്രമല്ല, എൻ്റെ ചെറിയ പ്രായം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആളുകളുമാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടി ഞങ്ങളുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ട നൈനാൻ അച്ഛൻ ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരേ സമയം സെമിനാരിയിൽ പഠിച്ചതുമാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ബന്ധമുണ്ട്. ആ സന്തോഷം പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളിന്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം അവിടെ ഡൽഹിയിൽ താമസിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം നൽകുന്നു. സൗത്ത് അമേരിക്കൻ ഡയസസിന്റെ ഫ്രൈഡേ പ്രേയറിലേക്ക് പ്രിയപ്പെട്ട കൊച്ചമ്മ വരാൻ കാണിച്ച സ്നേഹത്തിന്, അതിനുവേണ്ടി കാണിച്ച ആ സമയത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഫ്രൈഡേ പ്രേയറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു അച്ഛൻ, താങ്ക് യു അച്ഛൻ. എനിക്ക് എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം 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 കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് അച്ഛൻ. എല്ലാവർക്കും ബ്ലെസ്സഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു അവിടെ മോർണിംഗ് സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലെസ്സഡ് മോർണിംഗ് ടു എവ്രി വൺ. എത്രയും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങള് ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. എന്നെ ഷിനി വിളിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ മീറ്റിംഗിലേക്ക് വിളിച്ചത് ഷീന, ദാറ്റ് ഈസ് ഡയസസ് ഓഫ് സൗത്ത് വെസ്റ്റ് അമേരിക്ക. ഐ തിങ്ക് ഷീ ഈസ് ദ MMVS ട്രഷറർ. ഷീന ആണ് എന്നെ ആദ്യമായിട്ട് കണക്ട് ചെയ്ത്, കൊച്ചമ്മ ഇങ്ങനെ ഒരു കാര്യത്തിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നും കൂടെ അച്ഛൻ പറഞ്ഞതുപോലെ വളരെ സന്തോഷം ഫീൽ ചെയ്യുന്നു. ഷീന വിളിച്ചു കഴിഞ്ഞ് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടുത്തെ ജനറൽ സെക്രട്ടറി മിസ് ഷിനി കോൺസ്റ്റന്റ് ആയിട്ട് എന്നെ വിളിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ ഇന്ന് പോലും കോൺസ്റ്റന്റ്ലി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം, വളരെ നന്ദി എല്ലാവരോടും പറയുന്നു. ഇതിന്റെ എല്ലാ ഓഫീസ് ബെയറേഴ്സ്, അച്ഛൻ, ഇതിൽ വളരെ വിവിധ ഇടങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന, ഓൺലൈൻ മോഡിൽ സംബന്ധിക്കുന്ന എല്ലാ വനിതാ സമാജ്, മർത്തമറിയം വനിതാ സമാജ അംഗങ്ങളുമേ, നിങ്ങൾക്ക് ദൈവനാമത്തിൽ എൻ്റെ വന്ദനം. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക്, എനിക്ക് തോന്നുന്നു തുടക്കത്തിലെ പ്രാർത്ഥന, വേദഭാഗ വായന, പാട്ടുകൾ, ഇവയെല്ലാം വളരെ കണക്റ്റഡ് ആയിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടുകൾ. അച്ഛൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഫസ്റ്റ് ബിഗിൻ ബൈ പ്രിപ്പയറിംഗ് ദ സോയിൽ. ഐ ബിലീവ് ദാറ്റ് ദ സോയിൽ ഇസ് പ്രിപ്പയർഡ്. വിൽ ഐ ബി ഏബിൾ ടു സോ ദ കറക്റ്റ് സീഡ്സ്? അതാണ് ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ സഭ ഏറ്റവും വളരെ പ്രാധാന്യമേറിയ ഒരു പെരുന്നാൾ നമ്മളെല്ലാവരും ആഘോഷിച്ചു. നമ്മുടെ ഉത്ഥിതനായ യേശു ക്രിസ്തു ഭയത്തിലും സംശയത്തിലുമൊക്കെ ഇരുന്ന് സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തുവാനായിട്ട് തൻ്റെ കാര്യസ്ഥനെ അവരുടെ മേൽ അയച്ച് പരിശുദ്ധാത്മ അഭിഷേകത്താൽ അവരെ ശക്തീകരിച്ച
ഒരു ഞായറാഴ്ചയായിരുന്നു. അതായത് ഈസ്റ്റർ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം. പെന്തിക്കോസ്തി ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഫ്രൈഡേ, അതായത് ഇന്ന്, അച്ഛൻ പറഞ്ഞതുപോലെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. അതിന് വളരെ ആപ്റ്റായിട്ടാണ് ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗവും നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 ഓൺവേർഡ്സ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പം നമ്മളതൊരു റിച്വലിസ്റ്റിക് പ്രാക്ടീസ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മ ഗൈഡൻസിൽ, അതിൽ നിറവിൽ അത് വായിച്ചാൽ ബൈബിളിലെ ഓരോ വാക്കുകൾക്കും വളരെയധികം പ്രാധാന്യവും അർത്ഥവും ഉണ്ട്. പരിശുദ്ധാത്മാഭിഷേകത്താൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവം നമ്മൾക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണാൻ പറ്റും, നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ ബൈബിൾ ഭാഗം വായിച്ചപ്പോൾ വേർഡ് ബൈ വേർഡ് ആയിട്ട്, വെദർ വി ലിസൺ ടു ഇറ്റ്, വെദർ വി തോട്ട് അബൌട്ട് ഇറ്റ്, നമുക്ക് ഒന്നും കൂടെ, ഞാൻ മുഴുവൻ ബൈബിൾ ഭാഗം വായിക്കാൻ പറയുന്നില്ല. ഫസ്റ്റ് വേഴ്സ് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസിൽ ചാപ്റ്റർ 3, ദ ഫസ്റ്റ് വേഴ്സ്, അത് പറയുന്നത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ അവിടെ ചുമന്നുകൊണ്ടുവന്നു. അവൻ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ പതിവായി വരാറുണ്ടായിരുന്നു. ഈ 1-ാമത്തെ വേഴ്സിൽ തന്നെ നമ്മുടെ ഓർത്തഡോക്സ്, അതായത് 9-ാം മണി നേരത്ത് പതിവ് പോലെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പിതാക്കന്മാര് വേദപുസ്തക അടിസ്ഥാനത്തിലും നമ്മുടെ പിതാക്കന്മാരുടെ ട്രഡീഷൻസിലും, നമ്മുടെ പിതാക്കന്മാര് നമ്മുടെ ഒരു ദിവസം എത്ര യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 7 യാമങ്ങളായിട്ട്. 7 യാമങ്ങളായിട്ട്. അതായത് സന്ധ്യ, സൂത്താറ, രാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി. 7 യാമ പ്രാർത്ഥനകളായിട്ട് നമുക്ക് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇവിടെ പറയുന്നത് 9-ാം മണി നേരം ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥനയ്ക്കായി കടന്നു ചെന്നു. യാമപ്രാർത്ഥനകൾക്കായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ പ്രാധാന്യമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഓരോ യാമത്തിലും പിതാക്കന്മാർ എഴുതി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഓരോ യാമത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, സൂത്താറ നമസ്കാരം എന്ന് പറയുന്നത് സത്യ അനുതാപത്തിന്റെ നമസ്കാരം. അതിന്റെ പ്രാർത്ഥനകളും പാട്ടുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് മുഴുവൻ അനുതാപത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകളാണ്. 9-ാം മണി നമസ്കാരം അല്ലെങ്കിൽ 9-ാം മണി യാമ പ്രാർത്ഥന എന്ന് പറയുന്നത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളാണ്. എന്തുകൊണ്ടാണ് 9-ാം മണി വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ റീസൺ? കാരണം നമ്മുടെ കർത്താവ് ക്രൂശിൽ തന്റെ ജീവനെ വിട്ടത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവനെ വിട്ടത് 9-ാം മണി എന്ന് പറഞ്ഞാൽ ഉച്ച 3 മണി എന്നാണ് അതിനർത്ഥം. 9-ാം മണി. അപ്പം ഈ ഒരു ഭാഗത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ പ്രാധാന്യം. അപ്പൊ നമ്മൾ ചോദിക്കും, യാമപ്രാർത്ഥനകൾ, ഈ 7 യാമപ്രാർത്ഥനകളും വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കും അല്ലേ? നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഐ ടോട്ടലി എഗ്രി വിത്ത് യു. ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പട്ടക്കാര്, തിരുമേനിമാർ, ഇവരൊക്കെ യാമപ്രാർത്ഥനകൾ ചിട്ടയായി നടത്തുന്നവരാ. നിങ്ങളെ പോലെ അല്ലെ സാധാരണ ഒരു മനുഷ്യന് ഈ യാമപ്രാർത്ഥനകൾ മുഴുവൻ പ്രാക്ടിക്കലി നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് twice a day, are you finding time to pray together with your family? മിനിമം 2 നേരം ഒരു ദിവസം നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്കിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? If you can find time like that, that itself is a blessing. That itself is a blessing. അതുപോലെ ദേവാലയത്തിൽ ചെന്നുള്ള പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റും അല്ലേ? നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ, നമ്മൾ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? ദൈവത്തെ സ്തുതിക്കുക. ദാറ്റ് ഈസ് ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് അല്ലേ? നമ്മുടെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഡെലിബറേറ്റ്ലി ഇഫ് യു ക്യാൻ പ്രേസ് ഗോഡ്,
That is the beautiful prayer that we can offer to God. അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം പ്രാർത്ഥനയിലായിരിക്കണം. ഒരു ദിവസം തുടങ്ങുന്ന താക്കോൽ പ്രാർത്ഥനയും ദിവസം എൻഡ് ചെയ്യുന്ന താഴും പ്രാർത്ഥനയായിരിക്കണം. ലോക്ക് ആസ് വെൽ ആസ് key of the day and lock of the night. That is what is a prayer is. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പം ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. നോ മാറ്റർ wherever we are. ഓക്കെ, അത് ആ ഫസ്റ്റ് വേഴ്സിൽ നിന്ന് വരുന്ന ഒരു ചെറിയ സന്ദേശം, എൻ്റെ മനസ്സിൽ വന്ന ഒരു സന്ദേശം ഇതാണ്. പിന്നോട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്താറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പ്ലീസ് അണ്ടർലൈൻ ദ വേർഡ് ഉറ്റുനോക്കി. ദാറ്റ് മീൻസ് ദേ ലുക്ക്ഡ് അറ്റ് ഹിം intently or gazed at him. ഉറ്റുനോക്കി. ഞാൻ പറയുന്നത് നമുക്ക് ദാറ്റ് മീൻസ് ഉറ്റുനോക്കി എന്നുള്ളതിന്റെ അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫുൾ അറ്റൻഷൻ ദേ ലുക്ക്ഡ് അറ്റ് ഹിം. ഇത് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ദൗത്യം കൂടെയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ ഉറ്റുനോക്കുവാൻ വിത്ത് എംപതി, അനുഭാവപൂർവം മറ്റുള്ളവരെ ഉറ്റുനോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളും ഉറ്റുനോക്കാറുണ്ട് അല്ലേ? മറ്റുള്ളവരെ നമ്മളും ഉറ്റുനോക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ സാധാരണ നമ്മൾ മറ്റുള്ളവരെ ഉറ്റുനോക്കുന്നത്? ലുക്ക് ഇന്റന്റ്ലി വിത്ത് ഗുഡ് ഇന്റൻഷൻ ഓർ വിത്ത് ബാഡ് ഇന്റൻഷൻ. നമ്മൾ എല്ലാം സാധാരണ മനുഷ്യർ, നമ്മളുടെ ഒരു നോർമൽ ബിഹേവിയർ ആണ് മറ്റുള്ളവരെ നോക്കുക. എന്തെങ്കിലും കുറ്റമോ കുറവോ എന്തെങ്കിലും നെഗറ്റീവോ പറയാനുണ്ടെങ്കിൽ വി ആർ വെരി മച്ച് റെഡി ഫോർ ദാറ്റ്. പക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിച്ചേൽക്കുന്നത് മറ്റുള്ളവരെ ഉറ്റുനോക്കുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഹി ഈസ് എൻ എൻകറേജിങ് സ്പിരിറ്റ്, എ മോട്ടിവേറ്റിംഗ് സ്പിരിറ്റ്, എ ഹെൽപ്പർ. പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് മറ്റുള്ളവർ പരോപകാരം, മറ്റുള്ളവരോട് ദയ കാണിക്കുക, മറ്റുള്ളവരെ എംപത്തറ്റിക്കലി നോക്കുക. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഉറ്റുനോക്കുക. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കി, അവനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊക്കെ ഒത്തിരി നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി കാലമായിട്ട് മാറി ദൂരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാ, എബ്രോഡിൽ താമസിക്കുന്നു. പക്ഷെ നമ്മൾ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ യു ഹാവ് എ വെരി ക്ലോസ്ലി നിറ്റ് കമ്മ്യൂണിറ്റി. നിങ്ങളൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ നേച്ചറുള്ള ആൾക്കാരാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ നോർത്ത് ഇന്ത്യ ഓൾസോ. അപ്പം നമ്മൾ ഇത് നോക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ എത്ര ക്ലോസ്ലി നിറ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ, ചിലപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഒരുമിച്ചിരിക്കുന്നവർ, പലപ്പോഴും അവരുടെ മനസ്സിലെ നെഞ്ചുരുക്കങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അല്ലേ? നമ്മൾ പറയും എനിക്ക് അവളെ നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഐ ഹാവ് ടു ടെൽ യു, നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ മനസ്സിലും ഓരോ ഗത്സമന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വിഷമങ്ങൾ. ചിലപ്പോൾ അത് വീട്ടിലെ വിഷമങ്ങളായിരിക്കാം, മക്കളെ കുറിച്ചുള്ള പ്രയാസങ്ങളായിരിക്കാം, വീടിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, വർക്ക് പ്ലേസിലെ പ്രശ്നങ്ങളായിരിക്കാം. അതൊന്നും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് ഇഫ് വി ആർ എ റിയൽ പേഴ്സൺ, they will open up to us. മറ്റുള്ളവരുടെ നെഞ്ചുരുക്കങ്ങളെ, നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്നവരുടെ, നമ്മളുടെ പള്ളിയിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്നവരുടെ നെഞ്ചുരുക്കങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വർക്ക് പ്ലേസിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നെഞ്ചുരുക്കങ്ങൾ മീൻസ് അവരുടെ മനസ്സിലെ വിഷമങ്ങളെ മനസ്സിലാക്കുവാൻ ഉറ്റുനോക്കിയാലേ പറ്റുള്ളൂ. മറ്റുള്ളവരെ എംപത്തറ്റിക്കലി നോക്കിയാലേ പറ്റുള്ളൂ. അതും വെളിയിൽ മാത്രമല്ല, കുടുംബത്തിനകത്തും നമ്മുടെ ഫാമിലിക്കകത്തും അനേകം ഗത്സമനകൾ, നമ്മുടെ ഹസ്ബൻഡ്, ഭർത്താവിന് ഭാര്യ, മക്കള്. ഇപ്പൊ അച്ഛൻ ഇവിടെ പറഞ്ഞു, മക്കള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് പെന്തിക്കോസ്തിയുടെ വിശേഷം. പെന്തിക്കോസ്തിയെ നമ്മൾ രണ്ടാം ബാബേൽ എന്നാ പറയുന്നത്. ആദ്യത്തെ ബാബേലിൽ എന്താ സംഭവിച്ചത്? ആദ്യത്തെ ബാബേൽ ഭാഷകൾ ചിതറിപ്പോയി. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ ഭാഷകൾ മനസ്സിലാകുവാൻ പറ്റി, ഭാഷകളെ ഒന്നിപ്പിച്ചു. നമ്മുടെ ഭവനങ്ങൾ ഒന്നാം ബാബേലാണോ രണ്ടാം ബാബേലാണോ?
നമ്മുടെ ഭവനങ്ങൾക്കകത്ത് കുഞ്ഞുങ്ങൾ പറയുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പറയുന്ന ലാംഗ്വേജ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഹസ്ബൻഡിന് ഭാര്യയുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധാത്മ അഭിഷേകമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഭാഷ അതേ സ്പിരിറ്റോടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ ഭാഷകളെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് നെക്സ്റ്റ് വേർഡ്സ്. അപ്പോൾ പത്രോസ് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. നമ്മളുടെ നോട്ടങ്ങളും ചിലപ്പോൾ വല്ലതും കിട്ടുമോ എന്നറിയാനുള്ള നോട്ടങ്ങളായിട്ട് മാറിപ്പോകാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ അവസരത്തിൽ മറ്റുള്ളവരിൽ നിന്നൊന്നും കിട്ടേണ്ട കാര്യമില്ലായിരിക്കാം. വി ആർ സെൽഫ് സഫീഷ്യന്റ്. ബട്ട് വെൻ വി ഗോ ടു ഗോഡ് ഓൾമൈറ്റി, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വാട്ട് ഈസ് അവർ ഇന്റൻഷൻ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉദ്ദേശിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? We usually go to God with a bucket list of things. ഇന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി തരണം, and he is there to answer all your or fulfill your wish list. That is not what prayer is meant for. Prayer is meant for worshiping God, for praising God Almighty. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളാണോ കൂടുതൽ സംസാരിക്കുന്നത്, അതോ ആർ വി ഗിവിംഗ് എ സ്പേസ് ഫോർ ഗോഡ് ടു ടോക്ക് ടു അസ് ഓർ നോട്ട്? ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ നമ്മൾ ഒരു ഇടം കൊടുക്കാറുണ്ടോ, അതോ നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവം നമ്മളോട് സംസാരിക്കാൻ ഇടം കൊടുത്താൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ ബാലനോട് ചോദിച്ചതുപോലെ, നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? വാട്ട് വിൽ ബി യുവർ ആൻസർ? യെസ്, ഐ എം ഹാവിംഗ് മൈ ഈഗോ വിത്ത് മീ, മൈ പവർ വിത്ത് മീ, മൈ പൊസിഷൻ വിത്ത് മീ. ഇസ് ദാറ്റ് വാട്ട് ഗോഡ് ലുക്സ് ഫോർ? അതല്ല. വെൻ വി ഗോ ടു ഗോഡ് ഓൾമൈറ്റി ഇൻ പ്രേയർ, we have to go with a heart full of repentance. നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയണം, ദൈവമേ എൻ്റെ കയ്യിലുണ്ട്, my heart full of repentance. Then only God can do wonders with you. മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ ഇവിടെ അടുത്ത വാക്യത്തിൽ നമ്മൾ പറയുന്നത്, അപ്പോൾ പത്രോസ് അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് നമ്മളോട് മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ദൈവത്തെ പകർന്നു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ വർക്ക് പ്ലേസിൽ അച്ഛൻ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വി നീഡ് നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ജസ്റ്റ് എ സ്മൈൽ. നമ്മൾ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളോട് ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു വേർഡ്, ഒരു കൈൻഡ് ലുക്ക് അറ്റ് ദം, എ ജെന്റിൽ സ്മൈൽ അറ്റ് ദം, that can do wonders for others' lives. അല്ലേ? അതിൽ കൂടെ അവർ മനസ്സിലാക്കും, this is a man or this is a woman having a different attitude. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു പഠിപ്പിക്കണം. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ നിൽക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം, there is a difference in this child. This child is different from the other group. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ, ഏതിടങ്ങളായിരിക്കട്ടെ, നമ്മുടെ ഭവനങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ പള്ളി, ദേവാലയങ്ങള്, ഏത് ഇടങ്ങളെയും നമ്മുടെ പ്രസൻസ് കൊണ്ട് അത് ലൈറ്റനപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ? അത് മെച്ചപ്പെട്ട ഇടങ്ങളായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാം. നമ്മൾ കർത്താവിന്റെ സുഗന്ധമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നു, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ പത്രോസും യോഹന്നാനും
പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നടത്തിയ ഒരു അത്ഭുതമാണിത്. എന്നാൽ ഈ മുടന്തന് ഈ അത്ഭുതം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഹി ഹാസ് ഡൺ? ഹി ഹാസ് മൂവ്ഡ് ബാക്ക്. ഹി വെന്റ് ഇൻ ടു ദ ചർച്ച്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക. താങ്ക്സ് ഗിവിങ്, ഇതും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. Thanksgiving, when you can move to the church, make sure that you have to go to the church. You are the fragrance of Christ. You are the fragrance of Christ. Thanksgiving should be a part of our life. So, I don't know whether I have crossed my time or not, whether it is the app time. Sini എന്നോട് പറഞ്ഞിരുന്നു 20 minutes maximum. That's fine? Yeah, that's fine. That's fine. Okay. So, I just want പള്ളിയിൽ ദേവാലയത്തിൽ പോകുന്നതിന്റെ പ്രാധാന്യം, യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം, താങ്ക്സ് ഗിവിങ്ങിന്റെ പ്രാധാന്യം, ക്രിസ്തുവിന്റെ സുഗന്ധമായിരിക്കുന്നതിന്റെ പ്രാധാന്യം, മറ്റുള്ളവരെ ദൈവത്തിന് പകർന്നു കൊടുക്കുന്നതിന്റെ പ്രാധാന്യം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ കൂടുതൽ പ്രവർത്തിച്ച് നമ്മളെ അതിൽ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഷിനിയോട് ജസ്റ്റ് ഒരു ഷോർട്ട് മെസ്സേജ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. Why we need to, parents have to go to the church. And this is a wonderful message. Parents, go to church. Go to church late. Go to church tired. Go to church angry. Go to church even if it disrupts your nap time. Go to church even if you spend the whole time soothing your baby. Because one day, your little eyes watching you will remember that you went anyway. ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ദേവാലയത്തിൽ പോയി. You will never regret the example you set, the faith you built, or the seeds you planted on the days it would have been easier to stay home. And the house of the Lord has a way of filling what the weak tried to empty. നമുക്ക് ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തെ നയിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കി കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവർക്ക് കംഫർട്ട് ആകുവാനും, നമ്മുടെ ഒരു ചെറിയ ചിരിയിൽ കൂടെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജെന്റിൽ വർത്താനത്തിൽ കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് എനിക്കൊരു അവസരം തന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും കൂടുതലായിട്ട് എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ആന്റീനെ ഒക്കെ കണ്ടിട്ട് ആന്റി ഈസ് സോ പാഷനേറ്റ് അബൌട്ട് വാട്ട് ഷീ ഈസ് ഡൂയിങ്. വേറൊരു കാര്യം ഞാൻ വളരെ ഇതായിട്ട് നോട്ടീസ് ചെയ്തത്, ഓരോ കാര്യം കഴിയുമ്പോഴും ആന്റി പറയുന്നു അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് എ ന്യൂ തിങ് വാട്ട് ഐ ഹാവ് ഫൗണ്ട് ഹിയർ. മറ്റേത് എല്ലാം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന. ഇത് ആന്റി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പം പാട്ടുകൾ പാടിക്കഴിഞ്ഞപ്പോഴെല്ലാം അവരെ ഓർത്തും അവരുടെ കുടുംബത്തെ ഓർത്തും ഒരു വാക്ക് ആന്റി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സച്ച് എ നൈസ് പ്ലഷർ അറ്റൻഡിങ് ദിസ് സർവീസ് ഹിയർ. And thank you, Achan. And please convey Kochumma also my regards. Thank you. Okay, thank you, Kochumma, for the great and inspiring message, which was very good for the theme of today. ഇന്നത്തെ ദിവസത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. How we should pray. Why should we pray? എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണം? അത് നമ്മൾ എന്നും കേൾക്കുന്ന കാര്യമായി പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? ബട്ട് വി ഹാവ് സംതിങ് ന്യൂ when we hear something every day. നമ്മൾ കേൾക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ടു ലുക്ക് ബിഹൈൻഡ് how I walked, how I did all this. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലാവും. അതിനായി മെസ്സേജ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹൗ ഡിഡ് ഐ ഡു? ഇറ്റ്സ് എൻ ഇവാലുവേഷൻ. ഈച്ച് മെസ്സേജ് ഈസ് എൻ ഇവാലുവേഷൻ ഓർ സെൽഫ് ഇവാലുവേഷൻ വിച്ച് ഐ വാക്ക്ഡ് ത്രൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നും നമ്മൾ പഴയ നിയമം മുതൽ വായിച്ചെടുത്താൽ അനേകം ആളുകളെ കുറിച്ച് കാണാം. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ.
അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നവരെയും നമുക്കറിയാം. പക്ഷേ ഡു വി ഹാവ് എ വേർഡ് ഓഫ് താങ്ക്സ് ടു ഗാഡ് ആഫ്റ്റർ ദാറ്റ്? അത് കഴിഞ്ഞുള്ള ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ആവശ്യത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കാറിൽ കയറുമ്പോൾ വിൽ മേക്ക് എ സൈൻ ഓഫ് ക്രോസ്. നമ്മളെല്ലാവരും വയ്ക്കാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കാറിൽ കയറുമ്പോൾ നമ്മളുണ്ട്. ഡു വി ഡു ദ സെയിം തിങ് വെൻ വി കം ബാക്ക്? നമ്മൾ ആരും ചെയ്യാറുണ്ട്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഥകൾ തുറന്ന് അകത്ത് കയറി അടുത്ത കാര്യം ചെയ്യാൻ നോക്കും. നമ്മൾ ചെയ്യുമോ? നമ്മളൊരു കുരിശ് വരയ്ക്കുമോ? ഇറങ്ങി, ഓ ദൈവമേ നീ എന്നെ തിരിച്ചിവിടെ വരുത്തിയല്ലോ, പോയ കാര്യം സാധിച്ചു. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്ത് തിരിച്ചു വരാൻ സാധിച്ചു, തിരിച്ച് ഇവിടേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നു എന്നൊരു വാക്ക് അത് കുരിശിനകത്തുണ്ട്. ആ വരയ്ക്കുന്ന കുരിശിനകത്തുണ്ട്. ഇറ്റ്സ് എ സൈലന്റ് പ്രയർ. ഇറ്റ്സ് കോൾഡ് ആക്റ്റീവ് സൈലൻസ്. അത് നമ്മൾ പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാൻ മറന്നു പോകുന്നവരാകുന്നു നമ്മൾ. അത് ഒന്ന് മനസ്സിലാക്കുമ്പോൾ, അത് ഓരോ മനുഷ്യരും തിരികെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അതൊരു നന്ദി സൂചകമായ അനുഭവമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിയിൽ പോകുമ്പോഴും നമ്മളെല്ലാം പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നന്ദി സൂചകമായി ഇറ്റ്സ് എ താങ്ക്സ് ഗിവിങ്. നമ്മൾ ഓരോ കുർബാനയും താങ്ക്സ് ഗിവിങ് ആണ്. കുർബാന ഫുൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താ? ഇറ്റ്സ് എ താങ്ക്സ് ഗിവിങ്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതായിരുന്നു ആ മെസ്സേജ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മ നമുക്ക് വേണ്ടി അത്രയും സമയം മാറ്റിവെച്ചു, നമ്മളോടൊപ്പം ആയിരുന്നു. Thank you, Kochumma, for your great and inspiring message which you showed today. And may God bless you, Achin and Philip and Mahima, and send all our regards to them too. Thank you. May God bless you. പ്രിയപ്പെട്ട റീജ കൊച്ചമ്മയിൽ കൂടി തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഫിലിപ്പ്, മഹിമ, പിന്നെ നൈനാൻ അച്ഛൻ, ആ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ദേവസന്ധി സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന ആ ദിവസത്തിന്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട അച്ഛൻ പോയിന്റ് ഔട്ട് ചെയ്ത ഓരോ കാര്യങ്ങളും കൊച്ചമ്മ സപ്പോർട്ട് ചെയ്ത് അതുകൂടെ വിശദീകരിച്ച് വേദപുസ്തക ഭാഗങ്ങളും സഭയുടെ എല്ലാ പിതാക്കന്മാരുടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഒരു ലൈവായിട്ടുള്ള എല്ലാ പ്രാർത്ഥനയുടെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ നന്നായി ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടി. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കൊച്ചുമേൻ ദേവസന്നെ സമർപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തില് ഹൃദയം തുറന്നൊന്ന് ചിരിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ആരാധനാലയങ്ങൾ ധാരാളമായിട്ട് ഇന്നിപ്പം നാളെയും മറ്റന്നാളുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആരാധനാലയങ്ങളുണ്ട്. അവിടെ ഇതുപോലെ ആത്മാർത്ഥമായി ഒന്ന് പ്രവേശിച്ച് നന്ദി പറയാനും മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് ചിരിക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് അത് കൂടുതൽ അനുഗ്രഹപ്രദമാകാൻ കൊച്ചമ്മയുടെ വാക്കുകൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. ആരാധിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നമ്മുടെ ഈ കൂട്ടായ്മയെ നമുക്ക് അനുഗ്രഹപ്രദമാക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വീണ്ടും കൊച്ചമ്മയും കുടുംബത്തെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന തലകൾ വണക്കിയിരിക്കുന്ന എല്ലാവരെയും ലോകത്തെമ്പാടുമുള്ള മക്കളെ ദൈവസന്നെ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. അതോടൊപ്പം നാളെ നടക്കുന്ന കാൽഗറി ചർച്ചിന്റെ ഡെഡിക്കേഷൻ, ഓൾറെഡി നടന്ന ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ചിനെ വീണ്ടും സമർപ്പിക്കുന്നു. ഇവിടെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് നടക്കുന്ന വീണ്ടും അതുപോലെ റീകൺസ്ട്രക്ഷൻ നടന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ചർച്ചിന്റെ ബ്ലെസ്സിങ് ആയിരുന്നു. ആ ചർച്ചില് പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നമ്മുടെ സിനു സാമുവൽ ആ ഒരു ആന്റി ഷെയർ ചെയ്തപ്പോ ആ പ്രിയപ്പെട്ട മകളുടെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ആ മകൾ ആഗ്രഹിച്ചതായിരുന്നു ആ ചർച്ചിന്റെ കാര്യം. നമ്മുടെ 1-2 ആഴ്ച ആ മകളെ പറ്റി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയോ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്.
ആ മകൾക്ക് കൂടി ആഗ്രഹിച്ച ചർച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച മിനസോട്ടയിലെ ചർച്ച്. മകളെ വീണ്ടും ദൈവസന്നിധിയിൽ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാ ബഹുമാനപ്പെട്ട അഭിവന്യ അറിവാന്യൂസ് തിരുമേനിയും ഈ ഡയസിസിനെ മൊത്തമായി എല്ലാ അഭിഷിക്തരായ തിരുമേനിമാര്, അച്ഛന്മാര്, കുശുമമാര്, സമാജം പ്രവർത്തകര്, സിസ്റ്റേഴ്സ്, ശമാശന്മാര്, സെമിനേറിയൻസ്, ആൾട്ടർ ബോയ്സ്, ഓരോ ഇടവകയുടെയും പുരോഹിതന്മാർ, ഓരോ ഇടവക, എല്ലാ ആത്മീയ സംഘടനകളുടെയും നേതാക്കൾ, നടക്കാനിരിക്കുന്നതായിട്ടുള്ള ആനുവൽ കോൺഫറൻസ്, ഇപ്പോൾ നടന്നതായ ഗ്ലോബൽ കോൺഫറൻസ്, വൈദിക ഗ്ലോബൽ കോൺഫറൻസ് എല്ലാം ഭംഗിയായി നടന്നു. നന്ദിയോടെ സ്തോത്രം പറയുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അൽമാരെയും സമർപ്പിക്കുന്നു. ചെറിയ 6 വയസ്സുള്ള ഒരു ദേവന് വേണ്ടി പ്രത്യേകമായ ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് മകനെ സമർപ്പിക്കുന്നു. ജിയാന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞിന് വീണ്ടും അല്പാസ്വാസ്ഥ്യങ്ങളുണ്ട്. ആ കുഞ്ഞിനെ ഒരുമിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു. എല്ലാ സിക്കായ ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. സൗഖ്യം പ്രാപിച്ചവർക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ അനുഗ്രഹം പ്രാപിച്ചവര് ഏതവസ്ഥയിലാണോ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തലകൾ വണക്കിയിരിക്കുന്ന മക്കളുടെ എല്ലാം മനസ്സിലുള്ള റിക്വസ്റ്റുകൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതലുള്ള എല്ലാ റിക്വസ്റ്റുകളും സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ബർത്ത്ഡേ ആയ രാജേഷ്, വിവേക്, അജയ്, ജലിൻ, എല്ലാ ബർത്ത്ഡേ ആയ മക്കളെയും സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന രാജുവച്ചൻ, ബഹുമാനപ്പെട്ട രാജുവച്ചൻ കൊച്ചുമി, അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആയ എല്ലാ മക്കളെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വ്യക്തികളുടെ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, ഇടവക, സഭ, ലോകമെമ്പാടുമുള്ള സമാധാനത്തെ പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന, വിഷമത്തിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലിരിക്കുന്ന മക്കള്, ജോലി ലഭിച്ച രാജേഷ്, മിൻസി ഇവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ലയ, അലൻ ഇവർക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഇന്ന് വരെ പങ്കുകൊണ്ട എല്ലാ മക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത മക്കളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി വരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടും പ്രാർത്ഥനയിൽ കൂടി വരാത്ത മക്കളെ കൂടുതൽ പേർ ഇതിനകത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. യാത്രയിലിരിക്കുന്ന എല്ലാ മക്കളും, യാത്രയിൽ ക്ഷേമത്തോടെ വന്നവര്, യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുന്ന എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലും ഡ്രൈവിംഗ് ലെവലുള്ളവരും എല്ലാ മക്കളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. എല്ലാ മക്കൾ കുഞ്ഞുമക്കളായ വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയമാകുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കോഴ്സുകൾ പഠിക്കാനായിട്ട് ഒരുങ്ങുന്ന, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്നറിയില്ല. നല്ല പഠിക്കുകയും വളരുകയും മാത്രമല്ല, ഓരോ പൊസിഷനിൽ ചെന്ന് ചേരുമ്പോൾ ദൈവത്തിന്റെ സാക്ഷികളായി നല്ല മക്കളായി അവർക്ക് പ്രവർത്തിക്കുവാൻ പല കൈക്കൂലി, അക്രമം, സ്വജനപക്ഷപാതം ഇതിനൊന്നും അകപ്പെടാതെ ഒരു ക്രിസ്ത്യാനിയായി വളരുവാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും സഹായിക്കണേ. ലഹരി പദാർത്ഥങ്ങളെ, ഇന്റർനെറ്റിന്റെ ഒക്കെ അടിമകളായി പോകാതെ വിശുദ്ധ വചനത്തിന് വളരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും കുടുംബപ്രാർത്ഥനയെ സംബന്ധിക്കാനും കുദാശയുള്ള എല്ലാത്തിനും ഉത്സാഹവും മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിച്ച് വളരുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഒറ്റപ്പായി പ്രാർത്ഥിക്കും. ഒപ്പം നമ്മളും ശുദ്ധീകരിക്കപ്പെടുവാൻ അവരും ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ പുതുതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ചർച്ചുകൾ പലതുണ്ട്. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറയുന്നു, ഗ്രിഗോറിയസ് ചർച്ചിന് സ്തോത്രം, ഡാലസിലെ ചർച്ചുണ്ട്, ഹ്യൂസ്റ്റൺ ചർച്ചുണ്ട്, അറ്റ്ലാന്റയിൽ ചർച്ചുണ്ട്, ഫ്ലോറിഡയിൽ ഒരുപാട് ചർച്ചുകളുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ എല്ലാ ചർച്ചുകളും ഒരുങ്ങി വന്ന് എല്ലാവരും ദൈവനാമ മഹത്വത്തിനായിട്ട് ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ഇടവരുത്തുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ കൃത്യമായി സമർപ്പിക്കുന്നു. അബീഗേൽ, അലീഷ, ആൻസിലി, അഞ്ജലി, അഞ്ജു, ബാനില, ഏഞ്ചൽ ഇവരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ച് കുറച്ച് സ്തോത്രം ചെയ്യുന്നു. ദീപ കൊച്ചുമ, രോഷിനി കൊച്ചുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞുങ്ങൾ ലഭിച്ചവരെ ദൈവരാജ്യമൗത്വത്തിനായിട്ട് വളർത്തുവാനായിട്ട് സഹായിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഗ്നന്റ് ആയിരിക്കുന്ന മക്കളെ ഗിഫ്റ്റി, അലീഷുവ, ഫേബ, ആർലിൻ, അലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, റീന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യൂ മോണായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്നതായ കുടുംബത്തിന് വേണ്ടി നല്ല പാർട്ട്നേഴ്സിനെ ദൈവഹിത പ്രകാരം കാണിച്ചു കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. ധാരാളം റിക്വസ്റ്റുകളുണ്ട്. വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ദൈവസന്നെ സമർപ്പിക്കുന്നു. വോളണ്ടറി സംഘടനകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യ നിലയം, ശാലയും, ഹന്ന, സാധനങ്ങളുണ്ട്. അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ട്, മെഡിക്കൽ ടീം, ഇവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മൾ പുതുതായി ചാർജ് എടുത്ത ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. കേരളത്തിന്റെ ഭരണാധികാരികളെ, തമിഴ്നാട് ഭരണാധികാരി, അതുപോലെ US-ന്റെ ഭരണാധികാരി, ഇന്ത്യയുടെ ഭരണാധികാരി, എല്ലാ രാജ്യത്തിന്റെയും ഭരണാധികാരികളെ, സഭയുടെ ഭരണാധികാരികളെ ദൈവ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കാൻ പല ചലഞ്ചസ് ഓർക്കൊണ്ട് നമ്മുടെ ഇളയവരായ നമ്മുടെ പ്രാർത്ഥനയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജയിൽവാസം, കുറ്റം ചെയ്തും അല്ലാതെയും ജയിൽവാസം അനുഭവിച്ചിട്ട് 10-20 വർഷം ജയിൽവാസം അനുഭവിച്ച് മോചിതരായി മാതാപിതാക്കളുടെ പ്രാർത്ഥന, ആഗോളപരമായ ജനങ്ങൾ ഒന്നിച്ചവരെ സഹായിച്ചതെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ജയിലില് സുവിശേഷ വില അറിയിക്കുന്നവരുണ്ട്, യുദ്ധത്തിന്റെ കെടുതിയിരിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്നവരെല്ലാം സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദിദിമോസ് ബാവ, പരിശുദ്ധ ദിദിമോസ് ബാവയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. എല്ലാ അതിന്റെ ശുശ്രൂഷകളെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ട ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൊഫസർ PK ജോർജ്, സൂസൻ മാത്യുവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ഷാൻറ്റി ജോണാണ്. ഷാൻറ്റി ജോണിനെ കുടുംബത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഷാൻറ്റി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആന്റി കേൾക്കാവോ? കേൾക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ഈ ഒരു പ്രഭാതം ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം അവിടെ എവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഒന്നിച്ചു കൂട്ടുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവേ, പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല എന്ന കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഭിഷേകത്താൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവെ മറുപടി തരുമാറാണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആന്റി ഇന്ന് സമർപ്പിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകളെയും ദൈവമേ അവിടുന്ന് ചെവിക്കൊണ്ട് കേൾക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, ഞങ്ങളുടെ MMBSന്റെ നേതൃത്വം നൽകുന്ന AB അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ, കുടുംബത്തെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ അഭിവന്ദ്യ തിരുമേനിമാരെ, ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ ചെമ്മാച്ചന്മാരെ, ശുശ്രൂഷ ചെയ്യുന്നവരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോ കർത്താവെ ആരാധനകളും ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവെ ഇന്ന് കേട്ട ഞങ്ങൾ വചനപ്രകാരം ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ ഓരോരുത്തരും ആയിത്തീരുവാൻ തക്കോണം കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായി അനേകര് ഭാരപ്പെടുന്നു. കർത്താവെ, തിരികെതുമെങ്കിൽ അവിടുത്തെ കരങ്ങൾ തൊട്ട് അവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലരും കർത്താവെ രോഗത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയവരുണ്ട്. കർത്താവെ, അവര് ഓരോ ദിവസവും മുന്നോട്ട് കർത്താവെ മറ്റുള്ളവർക്കൊരു സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം അവരെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ കർത്താവെ അവിടുന്ന് ചെവിക്കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഇടവകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകര് സാമ്പത്തിക ക്ലേശം അങ്ങനെ കർത്താവെ അനേകര് ഭാരപ്പെടുന്ന ദൈവമേ, അനേകര് കുഞ്ഞുങ്ങളോ കർത്താവെ ഒരു വീടില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ഒരുപാട് പേര് കർത്താവെ
ഒരുപാട് ദുഃഖങ്ങളും ഭാരങ്ങളും പേറിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു. ദൈവമേ അവരോട് കൂടെയൊക്കെയും അവിടുന്ന് കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിൽവാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനാഥ വിധവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പീഡ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളെ നയിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷ നടത്തിയ കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊച്ചമ്മയോ അച്ഛന്റെ ശുശ്രൂഷകളെ കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നയിച്ചു കൊള്ളുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എലിസബത്ത് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് വളരെ ശുഷ്കാന്തിയോടുകൂടി എല്ലാ പ്രാർത്ഥനകളിലും കർത്താവെ ഇടവെന്ന് കർത്താവെ ആന്റിയുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥനയെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനായി പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവെ ഇതിന്റെ ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് ഒരു നല്ലതും പൂർണ്ണവുമായ ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും കർത്താവെ അതുപോലുള്ള കർത്താവെ ദുഷ്പ്രവർത്തികൾക്ക് ഇടപെട്ടു പോകുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും അതിലേക്ക് ഇടറിപ്പോവാൻ അവിടുന്ന് ഇടയാക്കല്ലേ കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് നയിച്ചുകൊള്ളുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും അറിവും വിവേകവും എല്ലാം കർത്താവെ അവിടുന്ന് ഉയർത്തി ദാനമായി കൊടുക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ തന്നെ അനേകര് കർത്താവെ കുഞ്ഞുങ്ങൾ കർത്താവ് ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. കർത്താവെ അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മക്കളെ ഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തന്നെ പ്രതിഫലവും തന്നെ എന്ന് പറയുന്നുള്ള കർത്താവെ. ആ വചനം കർത്താവെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ അവിടുന്ന് എടുത്തുപയോഗിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കും, തലമുറകളെ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹം നടക്കാതെ കുഞ്ഞുങ്ങൾ കർത്താവെ ആണും പെണ്ണുമായി കർത്താവെ ഉണ്ടല്ലോ കർത്താവെ. അവർക്ക് തക്ക സമയത്ത് അവരുടെ തുണയെ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കും. മനുഷ്യനെ എങ്ങനെയായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അവിടുന്ന് തന്നെ കർത്താവെ തക്ക തുണയെ ഒരുക്കി കൊടുത്ത കർത്താവ് അവർക്ക് തക്ക സമയത്ത് കർത്താവ് അവർക്ക് ആവശ്യമായിരിക്കുന്ന തുണകളെ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സുഗന്ധവർഗമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവിധമായ പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് കർത്താവ് ഈ ലോകത്തിൽ. എല്ലാവരോടും കൂടെ കർത്താവ് അവിടുന്ന് ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും എല്ലാം അവിടുന്ന് കേട്ടതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും നമ്മുടെ ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ രേണു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തുമറിയ സമാജം ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഇന്ന് ഡിട്രോയിറ്റ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഭംഗിയായി നടത്തപ്പെട്ടുവല്ലോ. ആദ്യമായി തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. തൻ്റെ ഇന്നിവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ നിറസാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ സൗത്ത് വെസ്റ്റ് ഡയോസിഷൻ മർത്തുമറിയ സമാജം പ്രസിഡന്റ് തോമസ് മറിവാനിയോസ് തിരുമേനിക്ക് ആദ്യമായി തന്നെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അടുത്തതായി MMBSനെ വളരെ ശ്രേഷ്ഠമായി നയിക്കുന്ന MMBSന്റെ പ്രസിഡന്റ് ഫാദർ എബി എബ്രഹാം അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ വളരെ താല്പര്യത്തോടുകൂടി നമ്മളുടെ ഈ പ്രെയർ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ എലിസബത്ത് ആൻറ്റി, ഞങ്ങളുടെ സ്വന്തം ഡിട്രോയിറ്റിൻ്റെ എലിസബത്ത് ആൻറ്റിക്ക് ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നും എനിക്ക് ഒരു മുടക്കവും കൂടാതെ ഇത് നയിക്കുവാനായിട്ട് സർവശക്തൻ കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ റീജ കൊച്ചമ്മയാണ് അടുത്തത്. ഇന്നത്തെ ദിവസമായ സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തെ ആസ്പദമാക്കി
വളരെ ശ്രേഷ്ഠമായ ഒരു പ്രഭാഷണം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രത്യേകിച്ച് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ യാമ പ്രാർത്ഥന വേദപുസ്തക അടിസ്ഥാനത്തിൽ കൊച്ചമ്മ നമുക്ക് മനസ്സിലാക്കി തന്നു. എവിടെ ഇരുന്നാലും നമ്മുടെ ഓരോ ശ്വാസത്തിലും പ്രാർത്ഥനയുണ്ടായാൽ നമുക്ക് ഈ യാമ പ്രാർത്ഥനകളിൽ ഏർപ്പെടുവാൻ സാധിക്കും എന്ന് കൊച്ചമ്മ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പരിമള ധൂപങ്ങളായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക പ്രകാശം പരത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അടുത്തതായി മർത്തമറിയ സമാജത്തിൻ്റെ സെക്രട്ടറി ഷിനി കുര്യൻ, ട്രസ്റ്റി ഷീന പുന്നൂസ്, നിങ്ങളോടുള്ള വളരെ ശ്രേഷ്ഠമായി നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിങ്ങളോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുത്ത വൈദിക ശ്രേഷ്ഠന്മാർ, ശമാശന്മാർ, കൊച്ചമ്മമാർ, നിങ്ങൾക്ക് ഏവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്ത് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാ മർത്തമറിയ സമാജം അംഗങ്ങൾക്കും ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലീഡ് ചെയ്ത ഡിട്രോയിറ്റ് റീജിയനിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ബൈബിൾ റീഡിങ് നടത്തിയ മോളി മാത്യു, സൂസമ്മ തോമസ്, മെറീന തോമസ്, അതിമനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിച്ച ആശ ആൻഡ് ബെൻസി, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ശാന്തി, നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.